നമ്മുടെ അക്കാഡമിയിൽ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. വൈകിട്ട് 4 മണി 4:30 ആകുമ്പോഴേക്ക് ഫസ്റ്റത്തെ ബാച്ച് സ്റ്റാർട്ടായി. ഈ ബാച്ച് തീരാറാകുമ്പോഴേക്ക് നെക്സ്റ്റ് ബാച്ച് അവിടെ റെഡി ആയിരുന്നു. അവരുടെ ബാച്ച് സ്റ്റാർട്ടായി അവർ വാമപ്പ് ചെയ്യാൻ തുടങ്ങി. വാമപ്പ് കഴിഞ്ഞു പറഞ്ഞ സാർ അവർക്ക് ഒരു കിടിലം വർക്കൗട്ട് കൊടുത്തു. ഈ പ്രായത്തിൽ തന്നെ ഇവർ ഇതൊക്കെ ട്രെയിൻ ചെയ്യണോണ്ട് ഇവർക്ക് തന്നെയാണ് ഇതിന്റെ ഗുണം. ഇവരുടെയൊക്കെ പാരന്റ്സ് നല്ല സപ്പോർട്ട് ആയിട്ടാണ് ഇതൊക്കെ പോസിബിൾ ആവണം. ജൂനിയേഴ്സും കിഡീസും ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സീനിയേഴ്സ് അവിടെ വാമപ്പ് തുടങ്ങിയിട്ടത്. ഡിസംബറിൽ സ്റ്റേറ്റ് കോമ്പറ്റീഷൻസ് ആണ് അവർ. ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആവുന്നതാണ് സാറിന്റെ അടുത്ത് അവൻ പറഞ്ഞത്. അപ്പൊ സാറിന് അത് ഇഷ്ടമായിട്ട് സാർ ഒരു ഹൈഫൈവ് കൊടുത്തു. സീനിയേഴ്സ് അവിടെ സ്പാറിംഗ് സ്റ്റാർട്ട് ആക്കി. വർക്കൗട്ടിന് ശേഷം ബ്രേക്ക് ടൈമിലെ ഫണ്ണാണ് കേട്ടോ കണ്ടോണ്ടിരിക്കുന്നത്. ഈ പിള്ളേരൊക്കെ ഭയങ്കര അധികം ലക്കിയാണ് കേട്ടോ. കാരണം ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത് സ്റ്റേറ്റും നാഷണലും ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ഒക്കെ കൂടെ സൈഡ് ബൈ സൈഡ് ആയിട്ടാണ്. അങ്ങനെ സമയം 6 മണി എന്ത് പെട്ടെന്ന സമയമാണ്. വിവേക് സാർ കുട്ടികൾക്ക് ഒരു ട്രിക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. നോക്കി അവരുടെ മുഖത്ത് എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ. ഇവിടുത്തെ കോച്ചസ് എല്ലാം സ്റ്റേറ്റും നാഷണൽ ഇന്റർനാഷണൽ മെഡലിസ്റ്റുകളാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് കോച്ച്. കണ്ടോ നയന ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇന്ത്യൻ പ്ലെയറിന്റെ കൂടിയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മൈത്രയും വിവേക് സാറിന്റെ അടുത്ത് ഒരു കിക്ക് പഠിപ്പിച്ചു തരുമെന്ന് ചോദിച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കണതാണ് ഈ കാണുന്നത്. അത് പഠിച്ചപ്പോൾ അവന്റെ ഒരു എക്സൈറ്റ്മെന്റ് കണ്ടോ, നല്ല രസമായി കാണാനായിട്ട്. അങ്ങനെ ഈ ബാച്ച് കഴിഞ്ഞു, നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ടായി. ഞാൻ നോക്കുമ്പോൾ സീനിയേഴ്സ് ഒക്കെ ഇന്ന് ക്ലാപ്പ് അടിക്കണം. നോക്കുമ്പോൾ 2 കുട്ടികളുടെ ബർത്ത്ഡേ ആണ്. അവര് ട്വിൻസ് ആണ് കേട്ടോ. എല്ലാവർക്കും കൊടുക്കാനായിട്ട് അവർ മിഠായും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സാറിന് അതുപോലെ തന്നെ അക്കാഡമിയിലുള്ള എല്ലാവർക്കും ഒരു മിഠായി കൊടുത്തായിരുന്നു കേട്ടോ. എനിക്കും കിട്ടി ചുളിവിൽ 2. ജെഫിൻ ചേട്ടന് മിഠായി കൊടുത്തപ്പോൾ ജെഫിൻ ചേട്ടൻ വിഷയമാണ് ഈ കാണുന്നത്. ഈ ജെഫിൻ ചേട്ടന്റെ ഒരു ഫണ്ണുകളെ. അങ്ങനെ ബാക്ക് ടു ക്ലാസ്. അതേസമയം ഇപ്പുറത്ത് ബോക്സിംഗ് ക്ലാസ് സ്റ്റാർട്ടായി. നല്ല വിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ്സ് ആണ് കേട്ടോ ബോക്സിങ്ങിനുള്ളത്. ഇതൊരു ശബ്ദം പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴ പെയ്തോണ്ടിരിക്കും. അങ്ങനെ ലാസ്റ്റ് ബാച്ചിന്റെയും പ്രാക്ടീസ് കഴിഞ്ഞിട്ട് അവരോട് ഓടി കളിച്ചോണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോ ആരെ ശരിക്കും ജൂനിയേഴ്സ് എന്നാണ് സംശയം. റോക്ക് പേപ്പർ സിസർ. ഇവളൊരു വികൃതി കുട്ടിയാണ് കേട്ടോ. അങ്ങനെ സമയം 8:30 ആകുമ്പോഴേക്കും എല്ലാ ബാച്ചസും കഴിഞ്ഞു. 9 മണി 9:15 വരെ ബോക്സിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം അക്കാഡമി ക്ലോസ് ചെയ്തു.